ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്തിനായ തിരുവനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവേ നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ദൈവം തമ്പുരാൻ ഞങ്ങൾക്കൊരു പകൽക്കാലം കൂടെ തന്നുള്ളതിനായി സ്തോത്രം. ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നീ തന്നതിനായി സ്തോത്രം കർത്താവേ. കഴിഞ്ഞ രാത്രിയിലെ കടന്ന പകൽക്കാലങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തി, ഞങ്ങളെ പരിപാലിച്ച്, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മുഖത്ത്, കണ്ണുനീരിൻ്റെ മുഖത്ത് വേദനകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പാടുകൾ, വ്യാധി രോഗങ്ങൾ വന്ന് ഞങ്ങളെ ബലഹീനപ്പെടുത്തിയപ്പോഴെല്ലാം ഞങ്ങളുടെ കർത്താവെ ജീവിതത്തിൽ നീ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ താങ്ങി, ഞങ്ങളെ തൊട്ടു, ഞങ്ങളെ സൗഖ്യമാക്കി, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്ക് അന്നവസ്ത്രം തന്നു, കിടക്കാൻ സ്ഥലം തന്നു, നല്ല ഉറക്കം തന്നു, നല്ല ആരോഗ്യം തന്നു, നല്ല ജീവൻ തന്നു. ഇന്ന് പകൽക്കാലം ഈ അതിരാവിലെ സമയത്ത് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുവാനും, ദൈവത്തെ സ്തുതിക്കുവാനും, നിന്റെ നാമത്തെ ഉയർത്തുവാനും, ആരാധിക്കുവാനും, പ്രാർത്ഥിക്കുവാനും ദൈവം ഞങ്ങൾക്ക് നല്ല സന്ദർഭം ഒരുക്കി തന്നല്ലോ. അതിനായി സ്തോത്രം. ഇന്ന് എന്നോട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയുടെ വെളിയിലും പല രാജ്യങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റവും വലിയ ചൈതന്യം ഉണ്ടാകുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണം. ഇതുമൂലമായി അനേകർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കടന്നു വരുവാൻ, വചനത്തെ വിശ്വസിക്കുവാൻ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ, വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള പ്രത്യാശയുള്ളവരായി കർത്താവ് മാറ്റണം. പിന്മാറ്റക്കാർ മടങ്ങി വരണം, പാപികൾ രക്ഷിക്കപ്പെടണം, എല്ലാവരും മാനസാന്തരപ്പെടണം. കർത്താവിൻ്റെ മഹത്വം ഇത് നിമിത്തമായി മഹിമപ്പെടണം. അനേക രോഗികൾ, അനേക കർത്താവ് തീരാതെ വേദനയുള്ള മക്കളെല്ലാം ഇത് നിമിത്തമായി വിടുതൽ പ്രാപിക്കണം. കർത്താവിൻ്റെ സ്നേഹം അവരെന്നെ സന്ദർശിക്കണം, വിടുതലിൻ്റെ കരം തൊടണം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം, കണ്ണുനീരെല്ലാം തുടയ്ക്കണം, ഇവിടെ മുറിവുകളെല്ലാം പൊറിപ്പിക്കണം. ഒരു ആപത്തോ അനർത്ഥമോ ഒന്നും നിന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ ദൈവം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലിരിക്കുന്ന ഓരോരുത്തരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മറുപടി ഞാൻ അനുഗ്രഹിച്ച് അവരെ ആശീർവദിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കലവറ അവർക്ക് തുറന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ താഴ്ത്തുന്നു, ബലപ്പെടുത്തിക്കാട്ടെ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോട് പ്രാർത്ഥനയ്ക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. കർത്താവ് നിശ്ചയം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1200 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന. അപ്പോസ്തല പ്രവൃത്തി 5:15-16. ദൈവത്തിന് സ്തോത്രം. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴൽ എങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കട്ടിലിന്മേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നു കൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. നന്നായിട്ട് ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഈ പുതിയ നിയമകാലത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ നടന്നൊരു സംഭവമാണ്. ഈ പത്രോസ് ആരാ? പത്രോസിന്റെ തൊഴിൽ എന്തായിരുന്നു? അവൻ ആരാ നമുക്കറിയാമല്ലോ. ആ പത്രോസിന്റെ നിഴൽ, യേശുക്രിസ്തുവിന്റെ നിഴലല്ല, പത്രോസിന്റെ നിഴൽ തട്ടിയാൽ ഈ രോഗികൾ സൗഖ്യമാകും, ഭ്രാന്ത് മാറും, എല്ലാ ഭൂതങ്ങളും ഓടിപ്പോകും. എങ്ങനെയുള്ള രോഗമാണാലും അവർ എഴുന്നേൽക്കും, അവർ സൗഖ്യം പ്രാപിക്കും. മരിച്ചവരാണെങ്കിലും അവർ എഴുന്നേൽക്കും, ജീവൻ പ്രാപിക്കും. ഈ ചിന്ത അന്നുള്ള മക്കൾക്കുണ്ടായിരുന്നു. അന്നെല്ലാം ഒരു കൺവെൻഷനോ ഒരു മീറ്റിംഗോ നടത്തുമ്പോൾ ഇതേപോലുള്ള PA സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ഈ മ്യൂസിക് ഐറ്റങ്ങൾ ഒന്നുമില്ല, സ്റ്റേജ് ഇല്ല, പബ്ലിസിറ്റി ഇല്ല, മൈക്ക് അലൗൺസ്മെന്റ് ഇല്ല, റോഡില്ല, നല്ല വിളക്കില്ല. ഇതുപോലെ TVയോ സെൽഫോണോ മറ്റുള്ള ഒന്നും കമ്പ്യൂട്ടറോ ഒന്നും ആ കാലഘട്ടത്തിലേ ഇല്ല. ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഒരു പ്രസംഗം കേട്ട് 5000 പേര് സ്നാനപ്പെടുന്നു, 3000 പേര് സ്നാനപ്പെടുന്നു. ഇതെല്ലാം എന്തോ അത്ഭുതം. അപ്പൊ ഈ ജനങ്ങൾ എവിടുന്ന് വരുന്നു? എങ്ങനെ പബ്ലിസിറ്റി? ഒരുത്തന് സൗഖ്യം കിട്ടിയെങ്കിൽ അവൻ പോയി അത് കാട്ടുതീ കത്തിക്കുന്ന പോലെ കത്തിക്കുകയാണ്. ഒരുത്തന്റെ കുടുംബത്തിൽ ഏതൊരു നന്മ നടന്നെങ്കിൽ അവനത് മറച്ചു വയ്ക്കാതെ ഓടിപ്പോയി അങ്ങ് പറയുകയാണ്. യേശുക്രിസ്തു സൗഖ്യം കൊടുത്ത് ഓരോരുത്തരോടും ആരോടും പറയരുതെന്ന യേശു പറഞ്ഞു. ആണാലും അവരത് അടക്കി വയ്ക്കുന്നില്ല, ഓടിപ്പോവുകയാണ്, പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ല. ഇന്ന് എല്ലാ പബ്ലിസിറ്റിക്കുള്ള വഴികളുമുണ്ട്. TVയിലോ നെറ്റിലോ ഫോണിലോ എങ്ങനെങ്കിലും നമുക്കത് പബ്ലിസിറ്റി ചെയ്യാം. ഇന്ന് പണമുണ്ട്, ഇന്ന് ആളുണ്ട്, നല്ല എഡ്യൂക്കേഷനുള്ള കാലഘട്ടമാണിത്. ദൈവത്തിന് സ്തോത്രം. ഇന്നെല്ലാം ഉണ്ട്. എങ്കിലും ലക്ഷങ്ങൾ ചെലവഴിച്ച് നടന്നൊരു കൂട്ടത്തിൽ പോയി നോക്കിയാൽ 2000 പേരും കൂടെ കാണാനില്ല, 1000 പേരും കൂടെ കാണാനില്ല. ആ സഭയിലുള്ളവങ്ങളുടെ പാതി പേര് വരത്തില്ല. ഈ കൺവെൻഷൻ നടത്തുന്ന സഭയിലുള്ളവരും കൂടെ പാതി പേര് വരത്തില്ല. ഞായറാഴ്ച പകൽ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സഭ വളരുന്നത്? ഈ വരുന്ന പാർട്ടിയെല്ലാം
മറ്റു 4 പേരെ വിളിച്ചുകൊണ്ട് വരത്തില്ല. തങ്ങൾക്ക് വിടുതൽ പ്രാപിച്ചാൽ മതി എന്നുള്ള ചിന്തയിലാണ് അവർ വരുന്നത്. ഇതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ മക്കൾ രക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ മക്കൾ മാനസാന്തരപ്പെടാനോ കഴിയാതിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ മക്കൾക്ക് ഒന്നും ഇതേപോലുള്ള വാഹന സൗകര്യങ്ങളോ നല്ല വസ്ത്രങ്ങളോ നല്ല ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. നമ്മളും യേശു ക്രിസ്തുവെ സ്വീകരിച്ചപ്പോൾ, സ്വന്തം രക്ഷകരായി സ്വീകരിച്ചപ്പോൾ നമ്മൾ പൂജ്യത്തിലായിരുന്നത്. നമുക്കൊന്നുമില്ല. ഒന്നുമില്ലായ്മയിലാണ് നമ്മൾ യേശുവിനെ വിളിച്ചത്. യേശു നമ്മളെ വിളിച്ചത്, യേശുവിന്റെ നാമം നമുക്ക് മുദ്രയിട്ടത്. പക്ഷെ ഇന്ന് ദൈവം നമുക്കെല്ലാം തന്നിരിക്കുകയാണ്. നമുക്കൊന്നിനും മുട്ടില്ല, ഒന്നിനും കുറവില്ല. നല്ല ഭവനം, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല കുഞ്ഞുങ്ങൾ, നല്ല വാഹനം, നല്ല പണം, നല്ല വീട്, എല്ലാ ചുറ്റുപാടും ദൈവം നമുക്കിപ്പോ തന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ അങ്ങ് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഒരു 10 രൂപ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കത്തില്ല, മറ്റു 4 പേരോട് പോയി സുവിശേഷം പറയത്തില്ല, ആത്മാർത്ഥമായി മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കത്തില്ല, നശിച്ചു പോകുന്ന ഗ്രാമങ്ങൾക്ക് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി കരയാൻ ആരുമില്ല. മുന്നെയെല്ലാം നമ്മുടെ അപ്പച്ചന്മാർ അമ്മച്ചിമാരെല്ലാം സമുദായത്തിൽ ഇരുന്നാലും അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. മണിക്കൂർ കണക്ക് അവരെല്ലാം മുട്ടേ നിൽക്കുമായിരുന്നു സമുദായക്കാർ. ഇന്ന് ഏത് മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ നിൽക്കുന്നത്? ചിന്തിച്ചു നോക്കിയേ. പഴയ കാലത്തെ അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരങ്ങനെ പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്കെല്ലാം സ്റ്റൈല്, 2 വാക്കോ 1 വാക്കോ ചുമ്മാ കാലുമേൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥന എന്തോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആരാണ് തലമുറകൾക്ക് വേണ്ടി കരയാനിരിക്കുന്നത്? ആരാണ് ദേശത്തിന് വേണ്ടി കരയാൻ നിൽക്കുന്നത്? ആരാണ് കർത്താവിന് വേണ്ടി പോകാൻ ഒരുക്കമുള്ളവർ? കുഞ്ഞുങ്ങളെ പെറ്റെടുക്കണം, പഠിപ്പിക്കണം, വളർത്തണം. അവരെല്ലാം എവിടെങ്കിലും നല്ല കരയേറ്റാൻ ഒരു ജോലിയിലേക്ക് ചേർക്കണം, ഫോറിൻ കൺട്രിയിലോട്ട് അയക്കണം. കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോകണം, പോയിട്ട് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പച്ച പിടിക്കണം. ഇതല്ല ഇന്ന് എല്ലാവരുടെയും ചിന്ത. ഇതിനല്ല ഇന്ന് എല്ലാവരും ഓടുന്നതും കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും. ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നില്ല. ഈ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന അത്ഭുതങ്ങൾ നിങ്ങൾ കാണുന്നു. അതിന്റെ 14-ാമത്തെ വാക്യം പറയുന്നത്, മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചു ചേർന്ന് വന്നു. അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. ഇന്നെവിടെ ഒരു സഭയിലെ സ്നാന ശുശ്രൂഷ നടന്ന് വർഷങ്ങളാകുന്നു. ആരാ സ്നാനപ്പെടുന്നത്? ആ സഭയിൽ ആരെങ്കിലും ഒരു കുഞ്ഞിന് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് അവിടെ ജനിച്ചു, അവിടെ വളർന്നു, ആ കുഞ്ഞങ്ങോട്ട് വരുമ്പോഴാണ് അതിനൊരു സ്നാനം. അല്ലാതെ ആരാ സ്നാനപ്പെടുന്നത്? എവിടാ സ്നാന ശുശ്രൂഷ നടക്കുന്നത്? എവിടാണ് ആത്മാക്കൾ സഭയിലോട്ട് കൂടുന്നത്? ആ പണ്ടുള്ള 10 പേരെ വെച്ച് ഇന്നും കൈ കൊട്ടിക്കൊണ്ടിരിക്കുന്ന സഭകളല്ലേ അധികമായി നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിനൊരു മാറ്റം നമുക്ക് കൊണ്ടുവരണം. ഒരു മാറ്റം കൊണ്ടുവന്നേ ഒക്കത്തുള്ളൂ. ഇതിനൊരു മാറ്റം സംഭവിക്കണമെങ്കിൽ ഈ പഴയ ആ സമയത്ത് ആദ്യ നൂറ്റാണ്ടിൽ കണ്ടതുപോലെ ഈ ദൈവത്തിന് സ്തോത്രം, അന്നിരുന്ന യേശുവാണ് ഇന്നും ഇരിക്കുന്നത്. അന്ന് പത്രോസിനെ അഭിഷേകിച്ച അഭിഷേകമാണ് ഇന്ന് നമ്മുടെ മേലിരിക്കുന്നത്. ദൈവദാസനോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ല? നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുന്നില്ല? നമുക്ക് നിന്ദത്തിന്റെ മുട്ടായിരിക്കുന്നത്. നമ്മൾ എന്തിനാ മുട്ട നിൽക്കണം? എന്തിനാ നമ്മൾ കരയണം? നമുക്കെല്ലാം നല്ല സൗകര്യമല്ലേ, നല്ല ആഹാരം, എവിടെ പോയാൽ നല്ല ഫുഡ്, 10 രൂപ കയ്യിൽ കിട്ടും, അതോട് തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കരുത്. ഇന്നൊന്ന് മാനസാന്തരപ്പെടണം. ദൈവദാസന്മാരെല്ലാം മാനസാന്തരപ്പെടണം. രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളിലെന്ന് മാനസാന്തരപ്പെടണം. അയ്യോ, എന്റെ ഗ്രാമം നശിക്കുന്നു, എന്റെ പട്ടണം നശിക്കുന്നു, എന്റെ തലമുറകൾ നശിക്കുന്നു, ഞങ്ങളുടെ സ്വന്തക്കാർ ബന്ധക്കാരെല്ലാം നശിച്ചു പോകുന്നു. എല്ലാം കൂട്ടം കൂട്ടമായി കോടിക്കണക്കിന് മക്കൾ നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നരകം നിറയുന്നു. സ്വർഗരാജ്യം കുറെ കാലിയാകുന്നു. ഇതാണ് ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത്. സഭയ്ക്കകത്തുനിന്ന് വെളിയെ പോകുന്നു, ശുശ്രൂഷ വിട്ട് വെളിയെ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വന്നവര് ഇത് നല്ല ചുറ്റുപാട് വന്നപ്പോൾ ഇഷ്ടത്തിന് നെകളിച്ച് ജീവിച്ച് അവർ ദൈവത്തെ വിട്ട് പോകുന്നു. ഇപ്പൊ എനിക്ക് ശുശ്രൂഷയൊന്നും വേണ്ട, കർത്താവിന് സ്തോത്രം, റെസ്റ്റ് എടുക്കുകയാണ്. ഇത് റെസ്റ്റ് എടുക്കുന്ന കാലമല്ല. എവിടെങ്കിലും കുഞ്ഞുങ്ങൾ ഫോറിൻ കൺട്രിയിലുണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്ന് അവരോട് കൂടെ സന്തോഷമായി ജീവിക്കുന്നു. ഇത് അങ്ങനത്തെ കാലമല്ല ഇത്. എന്തുമാത്രം ജനങ്ങൾ, വലത് കൈക്കും ഇടത് കൈക്കുമാർ വ്യത്യാസമില്ലാതെ എന്തോരം ജനങ്ങൾ തകരുന്നു, നശിക്കുന്നു, നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. ആ കാലഘട്ടം എങ്ങനെ ഇരുന്ന് ഈ കാലഘട്ടം എങ്ങനെ ഉണ്ട്? ഇത് നിങ്ങളുടെ സെൽഫോൺ ഒന്ന് മതിയല്ലോ. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നിങ്ങൾ സുവിശേഷം അറിയിക്കാം. എന്റെ ഒരു കൊച്ചു സെൽഫോണിലൂടെയാണ് ഈ ലോകം മുഴുവൻ ഈ പ്രാർത്ഥന പോകുന്നത്. ഈ ലോകം മുഴുവനും ഞാൻ പറയുന്ന ഒരു 10 പേർക്ക് നിങ്ങൾ അയച്ചു നോക്ക് എന്ന് പറയുമ്പോൾ അതിൽ എത്ര പേർ ആത്മാർത്ഥമായി ചെയ്യുന്നത്? എത്ര പേർ അത് ഉണ്മയായിട്ട് ആത്മാർത്ഥം? നിങ്ങളോട് 10 പൈസ ചോദിക്കുന്നില്ലല്ലോ. ഇത് 10 പേർക്ക് അയച്ചുപോയി, ഇത് പോകട്ടെ, എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും മാനസാന്തരപ്പെടട്ടെ, എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. ഇതല്ലേ നമ്മുടെ ആശ. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഈ ദൈവത്തിന്റെ ഈ വലിയ പ്രവൃത്തി നമ്മുടെ ദേശത്തിൽ വെളിപ്പെടുത്തുള്ളൂ. കർത്താവ് പറയുന്നത് കണ്ടോ, വചനം പറയുന്നത് കണ്ടോ, രോഗികളെ പുറത്ത് വരുന്നു.
പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലിൽ എങ്കിലും അവരിൽ വല്ലവരുടെ മേലെ ഒന്ന് വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. എങ്ങനെങ്കിലും ഇവർ രക്ഷ പ്രാപിക്കണം, എങ്ങനെങ്കിലും ഇവർ വിടുതൽ പ്രാപിക്കണം, ദൈവത്തിന് സ്തോത്രം, എങ്ങനെങ്കിലും ഇവർ സൗഖ്യം പ്രാപിക്കണം എന്നുള്ള താല്പര്യം അന്നത്തെ മക്കൾക്കുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നന്നായാ മതി, എൻ്റെ കുടുംബം നന്നായാ മതി, എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായാ മതി, എൻ്റെ സഭ നന്നായാ മതി, ഞങ്ങളുടെ ശുശ്രൂഷ മാനിക്കപ്പെട്ടാൽ മതി. ആ ചിന്ത ദയവ് ചെയ്ത് എടുത്ത് കളയണം. എല്ലാ സഭകളും വളരണം, എല്ലാ ശുശ്രൂഷകളും വളരണം, എല്ലാ കുടുംബങ്ങളും രക്ഷിക്കപ്പെടണം, എല്ലാ മനുഷ്യനും ഇന്ന് ആത്മാവിൽ നിറയണം, ദൈവനാമ മഹത്വം എടുക്കണം. നമ്മുടെ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ കർത്താവിന് വേണ്ടി വേർപിരിക്കപ്പെടണം. ഒരു ഗ്രാമത്തിൽ, ഒരു പട്ടണത്തിൽ ഒരുത്തൻ പോലും രക്ഷിക്കപ്പെടാത്തവൻ ഇരിക്കരുത്. ഇതിനു വേണ്ടി നമ്മൾ അങ്ങോട്ട് എഴുന്നേൽക്കണം. എഴുന്നേൽക്കുമ്പോൾ കർത്താവ് ഇതിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അവിടെ പറയുന്നത് ആമീൻ. അതുകൂടാതെ യെരൂശലേമിലും ആമീൻ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷന്മാരും വന്ന് കൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അപ്പോ ഈ കൊണ്ടുവരുന്നവർക്കൊരു വിശ്വാസമുണ്ട്, രോഗികൾക്കില്ല, അവർക്കറിയത്തില്ല, പിശാച് പിടിച്ചവർക്ക് അറിയത്തില്ല. പക്ഷേ കൊണ്ടുവരുന്ന മക്കൾക്ക് ഒരു വിശ്വാസമുണ്ട്. ഈ പത്രോസിന്റെ നിഴൽ തട്ടിയാൽ ഇവർ സൗഖ്യം പ്രാപിക്കും. പത്രോസ് തൊടണ്ട, ഒന്നും പ്രാർത്ഥിക്കണ്ട, നിഴൽ തട്ടിയാൽ മതി. ഇന്നത്തെ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ സഭാ ശുശ്രൂഷകൻ പ്രസംഗിക്കുമ്പോൾ, നിങ്ങളുടെ സഭാ ശുശ്രൂഷകൻ കൈവയ്ക്കുമ്പോൾ, അവർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഭയിൽ അത്ഭുതം നടക്കുമെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ടോ? പാസ്റ്റർമാരുടെ കുറ്റവും പാസ്റ്റർമാരുടെ കുറയും പറയാൻ അല്ലാതെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളുടെ ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ, ഞങ്ങളുടെ സഭ പ്രാർത്ഥിച്ചാൽ നിശ്ചയം അത്ഭുതം നടക്കും. എത്ര പേരാ കൊണ്ടുവരുന്നത്, എത്ര പേരാ വിടുതൽ പ്രാപിക്കുന്നത്? അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഞങ്ങളുടെ സഭയിൽ ആ ഭാഗ്യം ഉണ്ടാകണം. ഞങ്ങൾക്കൊരു വിടുതൽ വേണം. ഞങ്ങൾക്കത് സത്യമായിട്ടും ഇത് നടന്നേ ഒക്കത്തുള്ളൂ. ആ കാലഘട്ടം നടന്നതുപോലെ ഈ കാലത്തിലും വേണം എന്ന് ഒരു ചിന്ത എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരുത്തനും നശിക്കത്തില്ല. എല്ലാവരും രക്ഷിക്കപ്പെടും, എല്ലാവരും കർത്താവിലേക്ക് വരും. എനിക്ക് ഒത്തിരി വിവരിക്കാനുള്ളതാണ്, സമയമില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഒത്തിരി വേഗമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ദയവുചെയ്ത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോട് നിന്നെ സ്തുതിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി അപ്പച്ചന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും, നിന്നെ സ്തുതിക്കുവാനും, നിന്റെ പാദപീഠത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും, ഈ ആലോചന കൊടുക്കുവാനും ദൈവം ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. ഇന്നിത് കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും കണ്ണുനീരോടെ കരഞ്ഞ് ദൈവത്തിന്റെ മുന്നേ മുട്ടുകുത്തുവാൻ, അയ്യോ ഞാൻ തെറ്റ് ചെയ്തു, എനിക്കിതാരും പറഞ്ഞു തന്നില്ല, ഞാൻ മാത്രം വളർന്നാൽ മതി, എൻ്റെ കുടുംബം മാത്രം, എൻ്റെ തലമുറ മാത്രം, എൻ്റെ സഭ മാത്രം അതേ വളർന്നാൽ മതി, ആ ചിന്ത എനിക്കുള്ള ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്നുള്ളത് ഈ ദൈവദാസൻ മൂലം എനിക്കിന്ന് പഠിപ്പിച്ചല്ലോ, എനിക്ക് ബോധിപ്പിച്ചു തന്നല്ലോ. അതുകൊണ്ട് ഇന്ന് തൊട്ട് എൻ്റെ ഗ്രാമത്തിന് വേണ്ടി, എൻ്റെ പട്ടണങ്ങൾക്ക് വേണ്ടി, എൻ്റെ രാജ്യത്തിന് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി കർത്താവേ ഞാൻ കരയും. ഒരുത്തനും നശിക്കരുത്, ഒരുത്തനും തകരരുത്. എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും മാനസാന്തരപ്പെടണം, എല്ലാവരും വരവിന് വേണ്ടി പ്രത്യാശയോടെ ഒരുങ്ങണം. എല്ലാവരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. ഒരുത്തനും നശിക്കരുത്, ഒരുത്തനും നരകത്തിൽ പോകരുത്. ആ ആത്മഭാരം ഇന്നിരിക്കുന്ന ഓരോ കൊച്ചു കുഞ്ഞു തൊട്ട് വലിയപ്പന്മാരുടെ ഹൃദയത്തിൽ വരെയിലും ഇന്നൊന്ന് കയറി ചെല്ലട്ട് കർത്താവേ. എല്ലാ പ്രവാചകന്മാരുടെ ഹൃദയത്തിൽ, എല്ലാ ദൈവദാസങ്ങളുടെ ഹൃദയത്തിൽ, ദൈവദാസികളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഈ ഭാരം ഒന്ന് കടന്നു ചെല്ലട്ടെ അപ്പച്ച. എന്റെ ദൈവമേ, ഈ ചിന്തയോട് കുഞ്ഞുങ്ങളൊന്ന് മാറട്ടെ അപ്പച്ച. എല്ലാ സൗകര്യങ്ങളും കർത്താവ് തന്നിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ പണം കർത്താവ് തന്നിട്ടുണ്ടല്ലോ, നല്ല വിദ്യാഭ്യാസം കർത്താവ് തന്നിട്ടുണ്ടല്ലോ, നല്ല വാഹനങ്ങൾ ദൈവം തന്നിട്ടുണ്ടല്ലോ, നല്ല പെയ്ത്തോം, നല്ല ഭവനങ്ങൾ കർത്താവ് തന്നിട്ടുണ്ടല്ലോ. എന്റെ ദൈവമേ, അത് നിനക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ, നിനക്ക് വേണ്ടി നിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആ ഭാരം നീ കൊടുക്കണമേ. സഭകൾ വലുതാക്കണം, സഭകൾ പണിയണം, ആത്മാക്കൾ രക്ഷപ്പെടണം, കർത്താവിന്റെ നാമം മഹത്വം എടുക്കണം. ആ ചിന്ത ഒന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വലിയ കരം അത്ഭുതം പ്രവർത്തിക്കട്ടെ. ഒരു വിടുതലിന്റെ കരം അവിടുന്ന് ചലിക്കട്ടെ. കർത്താവേ, നിന്റെ വലിയ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടട്ടെ, നിന്റെ ദിവ്യ ശക്തി അവിടുന്ന് വെളിപ്പെടട്ടെ. ഇന്ന് എല്ലാവരുടെ ഉള്ളത്തിലും ഈ തകർന്നുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന, നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കർത്താവേ സ്തോത്രം, പൈശാചിക ബന്ധനങ്ങൾ കെട്ടിക്കിടക്കുന്ന കർത്താവെ, അടിമകളായി കിടക്കുന്ന കർത്താവെ, പാപത്തിനും ശാപത്തിനും പിശാചിനും അടിമകളായി കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രക്ഷ പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരുകൾ പതിക്കുവാൻ എന്റെ കർത്താവ് ഈ ആലോചനയും ഈ പ്രാർത്ഥനയും എന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാതിൽ കേട്ട് മറ്റേ കാതോട് വിട്ടുവിടാതെ, അയ്യോ ഇതെന്റെ കടമയാണ്, ഞാൻ ചെയ്തേ ഒക്കത്തുള്ളൂ, ഇതെന്റെ തലമേൽ വീഴുന്ന ഉത്തരവാദിത്വമാണ്, ദൈവം എന്നോട് കണക്ക് ചോദിക്കും. ആ ചിന്ത കർത്താവ് കൊണ്ടുവരണം.
എല്ലാവരോടും ദൈവം കണക്ക് ചോദിക്കും. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ രക്തബന്ധത്തിൽ ആരെല്ലാം രക്ഷിക്കപ്പെടാതുണ്ടോ? നിങ്ങളുടെ ചുറ്റുവട്ടാരങ്ങളിൽ ആരെല്ലാം രക്ഷിക്കപ്പെടാതുണ്ടോ? നിങ്ങളുടെ ദേശത്തിൽ, ഗ്രാമത്തിൽ, പട്ടണങ്ങളിൽ ആരെല്ലാം രക്ഷിക്കപ്പെടാതുണ്ടോ? നിന്നോട് കൂടെ ജോലി ചെയ്യുന്നവർ, നിന്റെ സ്നേഹിതന്മാർ, നിന്റെ ഫ്രണ്ട്സ്, കർത്താവിന് സ്തോത്രം, അവരാരെങ്കിലും രക്ഷിക്കപ്പെടാതുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ വീട്ടിലെ ഡ്രൈവർ രക്ഷിക്കപ്പെട്ടോ? നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവർ രക്ഷിക്കപ്പെട്ടോ? സ്നാനപ്പെട്ടോ? വരവിന് വേണ്ടി പ്രത്യാശ നിൽക്കുകയെന്നോ? ചിന്തിച്ചു നോക്കിയേ. നിന്നെ പെറ്റ അപ്പൻ, നിന്നെ പെറ്റ അമ്മ, നിന്റെ സഹോദരങ്ങൾ, സഹോദരികൾ ഇന്ന് കർത്താവിന്റെ വരവിന് പ്രത്യാശയുടെ ഒരുക്കത്തിലാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ പെറ്റെടുത്ത കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മക്കൾ, മക്കളുടെ മക്കൾ, മരുമക്കൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ള കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്കിഷ്ടം പോലെ പണം, നമുക്കിഷ്ടം പോലെ എല്ലാം ഉണ്ട്. ഒന്നിന്റെ മുട്ടിൽ എന്തോ ഫുഡാ, എന്തോ പണമാ, എന്തോ വീടാ, എന്തോ ഒരു കട്ടില, എന്തോ ഒരു കിടക്കയാ. ഇതിൽ തൃപ്തിപ്പെടുന്ന സഹോദര, ഇനി കാലമില്ല. എന്റെ യേശു വരാൻ പോകുക, എന്റെ യേശു വരാൻ പോകുക. അവൻ അടുത്ത് വന്നിരിക്കുക. ഇതോ ശബ്ദം കേൾക്കുന്നു, കാഹള ശബ്ദം കേൾക്കുന്ന സമയം അടുത്തിരിക്കുകയാണ്. മാനസാന്തരപ്പെടുക, പെറ്റോർ മാനസാന്തരപ്പെടുക. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി കുഞ്ഞുങ്ങൾ, വീണ്ടെടുക്കപ്പെട്ടവർ ഇന്നും കഴുകൽ പ്രാപിക്കണം, ഒരുങ്ങണം. പ്രത്യാശ നിങ്ങൾക്ക് വേണം. നിങ്ങൾ എന്ത് ചെയ്യുന്നു കർത്താവിന്റെ പണിക്ക് വേണ്ടി? എന്ത് ചെയ്യുന്ന ഒരു ആത്മാവിനെ രക്ഷിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഉറക്കളയ്ക്കുന്നുണ്ടോ? കടന്നിരൊഴുക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉപവസിക്കുന്നുണ്ടോ? അതിനുവേണ്ടി നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നുണ്ടോ? അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നുണ്ടോ? എന്ത് ചെയ്യുന്നു? ചിന്തിക്കുക. കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുക, പ്രകാശിക്കുക. ആത്മാക്കളെ അള്ളിക്കൊണ്ടുവരുന്ന സിംഹങ്ങളെ പോലെ നിങ്ങൾ മാറണം. ദൈവത്തിന്റെ നാമം നിങ്ങളുടെ മഹത്വപ്പെടണം. നിങ്ങളുടെ സഭകളെല്ലാം നിറമ്പി തുളുമ്പണം. ദൈവനാമം അത്ഭുതം നടക്കണം. ഒരു കൺവെൻഷനാണോ 1000 പേര് വരുന്നിടത്തിൽ 5000 പേരെ കൂട്ടണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ കാറിൽ കൊണ്ടുവരണം, ബൈക്കിൽ കൊണ്ടുവരണം. നിങ്ങളുടെ പൈസ അതുകൊണ്ട് ചെലവഴിക്കണം. അങ്ങനെ കൊണ്ടുവന്ന് കർത്താവിന്റെ അത്ഭുതം അവിടെ നടക്കും. കൊണ്ടുവരുന്ന നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ കൊണ്ടുവന്ന ക്യാൻസർ രോഗിക്ക് ഇന്ന് സൗഖ്യം പ്രാപിക്കും. ഞാൻ കൊണ്ടുപോകുന്ന കുരുടൻ ഇന്ന് കാഴ്ച പ്രാപിക്കും. ഞാൻ കൊണ്ടുപോകുന്ന ആ മുടവൻ ഇന്ന് തുള്ളി കുതിക്കും. നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ കൊണ്ടുപോകുന്ന കള്ളുകുടിയൻ ഇന്ന് മാനസാന്തരപ്പെടും. വ്യഭിചാര കള്ളി ഇന്ന് മാനസാന്തരപ്പെടും. ആ ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന മക്കൾ നിശ്ചയമായി രക്ഷ പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും. അവർ രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും, സഭയോട് ചേരും, വരവിന് വേണ്ടി ഒരുങ്ങും. ഇതാണ് സത്യം. ദൈവമേ, ആ കൃപ എനിക്ക് തരണമേ, ആ ദാഹം തരണമേ. ഇത് കേൾക്കുന്ന ഓരോ ദൈവദാസന്മാരും മുട്ടേ നിന്നാട്ട്, കരഞ്ഞാട്ട്, ഈ വചനത്തെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, എന്തുകൊണ്ട് ഈ പത്രോസിന്റെ ശരീരത്തിന്റെ അഭിഷേകത്തിന്റെ ആ ശക്തി എന്നിലിപ്പോ ഇല്ല? ഞാൻ കൈയടിക്കുന്നു, ഞാൻ പാട്ടുപാടുന്നു, ശബ്ദമായി പ്രസംഗിക്കുന്നു, ചാടുന്നു, മറിയുന്നു, ഒന്നും നടക്കുന്നില്ല. രോഗികളുടെ മേൽ കൈവയ്ക്കുന്നു, പിശാച് ഭൂതം പിടിച്ചവർ കൈവയ്ക്കുന്നു, ഒരു അത്ഭുതവും നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല? കർത്താവിന് സ്തോത്രം. ഇത് വ്യാപാരമല്ല, ഇത് പണത്തിനു വേണ്ടിയുള്ളതല്ല, ഇത് ജീവിക്കാനുള്ള മാർഗമല്ല. ദൈവം നിന്റെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിന്റെ കലവറത്തരും. ഇതൊരു ബിസിനസ്സായി മാറ്റരുത്, ഇതൊരു വ്യാപാര സ്ഥലമായി മാറ്റരുത്. കർത്താവിന്റെ വചനം എടുത്തുകൊണ്ട്, ആ വാൾ എടുത്തുകൊണ്ട് പോയി ആമേൻ ആത്മാക്കളെ കൊയ്തുകൊണ്ടുവരുന്ന ആ കൃപ നിങ്ങൾ പ്രാപിക്കുക. നിങ്ങളുടെ നിഴൽ തട്ടുമ്പോൾ അത്ഭുതം നടക്കണം. നിങ്ങളെ തൊടുന്നവർ സൗഖ്യം പ്രാപിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ അത്ഭുതം നടക്കണം. ഭൂതങ്ങൾ അലറണം, ഓടണം. അത്ഭുതത്തിന്റെ ക്രിയകൾ അവിടെ വെളിപ്പെടണം. അതിനുവേണ്ടി സമർപ്പിക്കുക. നിശ്ചയം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരുത്തരും പിന്മാറിപ്പോകരുത്, കുറ്റം പറയരുത്, എൻ്റെ മാർക്ക് ഇടരുത്. കർത്താവെ, ആത്മാർത്ഥമായി കണ്ണുനീരോട് ഏറ്റെടുത്തുകൊണ്ട് ഈ ശാപം തന്റെ തലേന്ന് മാറുവാൻ കർത്താവ് കണക്ക് ചോദിക്കുമ്പോൾ അത് ഉത്തരം പറഞ്ഞു ഒക്കത്തുള്ളൂ. ആ സമയത്ത് അന്ന് കരയാതെ ഇന്ന് കരഞ്ഞ് വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് സഹായിച്ചാട്ട്. പ്രാർത്ഥനയുടനായി സ്തോത്രം. അടിനെ താഴ്ത്തുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. 3-4 മിനിറ്റ് താമസിച്ചിട്ടുണ്ട്, അധികം എടുത്തിട്ടുണ്ട്, ക്ഷമിക്കണം. ഇത് ആ സമയം കൊണ്ടൊന്നും സംസാരിക്കാനുള്ള കാര്യമല്ല. ഓരോരുത്തരും ഇത് വായിക്കുക, ചിന്തിക്കുക, മാനസാന്തരപ്പെടുക. ഇന്ന് നിങ്ങൾ കരഞ്ഞാൽ അന്ന് നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല. കരഞ്ഞ് കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുക. ദൈവം നിങ്ങളെ അത്ഭുതകരമായി നടത്തട്ടെ. ഇത് അനേകർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.